ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ എനിക്കേയും കാണുന്നുണ്ട്. വേഗം അടുത്തടുത്ത വീഡിയോ ഇടൂ എന്ന് പറയുന്നത്. ഞാൻ പക്ഷെ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ Q&A പാർട്ട് 1, 2 എല്ലാം ഇട്ടതിന് ശേഷം ഇപ്പോൾ ഏതാ ഇനി അടുത്ത ഇടുക? ലൈക്ക് അങ്ങനെ ഒരു തോട്ട് എനിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യാനാണെങ്കിലും ഇല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഗെറ്റഡി വീഡിയോ ചെയ്യുമ്പോഴും നോ മേക്കപ്പ് ലുക്കാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അലമാര ഓർന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ ഞാനൊരു 1-2 മാസമായിട്ട് എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഒരു ഗെറ്റഡി വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെയ്ക്ക് ഞാൻ ഇതിന് ഒന്നുപോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു ബ്ലഷ് അല്ലാതെ ഞാൻ വേറൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ ചുമ്മാ എടുത്ത് ഇതിൻ്റെ ഉള്ളിലെടുത്തിട്ട് ഇന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ വെയറിൽ നല്ല അടിപൊളി ഒരു ലുക്ക് മേക്കപ്പിൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്തു വന്നിട്ടുണ്ട്, അമൃത ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ അല്ല, ഞാൻ 1-2 വർഷം മുന്നേക്ക് മേക്ക് ഓവർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്തു തന്നിട്ടുള്ളതാണ്, അമൃത ഉൾപ്പെടെ. നന്നായിട്ട് അറിയാം അമൃതയ്ക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, കാരണം അതിൻ്റെ ബേസൊന്നും എനിക്കില്ല. പക്ഷേ ഈ ഓരോ ഷോർട്സും റീൽസും ഇങ്ങനെ കാണുമ്പോൾ ഓരോ ആൾക്കാർ ചെയ്യുന്നതാണ്. അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമാണ്, ഇത് ചെയ്താൽ കൊള്ളായിരിക്കുമല്ലേ. കാരണം ഈ നോ മേക്കപ്പ് ലുക്ക് ചെയ്ത് എനിക്ക് കുറച്ച് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ആ ഒരു പ്ലാനിലാണ് ഈ മേക്കപ്പിൻ്റെ ബേസ് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെയുള്ളതൊക്കെ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, കുറച്ച് പ്രഹസനം കാണിക്കാം. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. സോ ഫസ്റ്റായിട്ട് ചെയ്യണമെങ്കിലും ചെറിയ ടെൻഷനുണ്ട്, കാരണം ഫൈനൽ ലുക്ക് എന്താണെന്ന് അറിയത്തില്ല. ബട്ട് നോ മേക്കപ്പ് ആയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അടുത്തൊരു ഇതുണ്ടായിരുന്നില്ല, അയ്യോ ഞാനിത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ ഫൈനൽ വരുന്നത്. കാരണം ഒരുപാട് നോ മേക്കപ്പിൽ ആ ഒരു ലുക്കിൽ ഒരുപാട് സാരീസിൽ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ആയതുകൊണ്ടും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്താ വിചാരിച്ചാൽ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കും, അപ്പോൾ നിങ്ങൾക്കും അത് കാണാം. എന്തെങ്കിലും പൊട്ടത്തരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കാണാമല്ലോ. സോ ഇതിനകത്തുണ്ടല്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോയ്സ്ചറൈസറാണ് ആദ്യം വേണ്ടത്. എൻ്റെ ഷാലറ്റ് ടിൽബറിൻ്റെ പുതിയ ഇന്ന് ഞാൻ എടുക്കാൻ പോവാണ്. സോ അതിൻ്റെ മോയ്സ്ചറൈസറാണിത്. അപ്പോൾ ഫസ്റ്റായിട്ട് മോയ്സ്ചറൈസർ, ഈശ്വര എന്താവുമെന്ന് അറിയത്തില്ല, തുടങ്ങാം. ടോണർ ഉപയോഗിച്ച് ഞാൻ അറിയാമല്ലോ, തുടക്കത്തിൽ ടോണറൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇതെടുത്ത് ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. ആരും ഒന്നും പറയരുത് കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യണതാണ് മേക്കപ്പ്. എത്രയൊക്കെ മേക്കപ്പിൻ്റെ വീഡിയോസ് കണ്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു വന്നെന്ന് പറഞ്ഞാലും പ്രൈമർ എങ്ങനെ ഇടേണ്ടതെന്ന് എനിക്ക് സത്യത്തിലൊരു ഇതില്ല. ഞാൻ അമൃതയോട് ചോദിച്ചു. അപ്പോൾ അമൃത പറഞ്ഞു തന്നു മോയ്സ്ചറൈസർ എങ്ങനെ ഇട്ടു അതുപോലെ ഇടാണ്. സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഇതാണ്. അത് മൈൻഡിൽ നിൽക്കുന്നില്ല അതൊന്നും. എന്തായാലും ഇതും ഇടാം. അപ്പോൾ ഇതും ഷാലറ്റ് ടിൽബറിൻ്റെ പ്രൈമറാണ്. അയ്യോ വരുന്നില്ലല്ലോ. നിനക്കിത് കാണുമ്പോൾ സത്യം ചിരി വരണുണ്ടായിരിക്കും. ഈ മേക്കപ്പ് ചെയ്യാൻ അറിയില്ലാത്ത ഓരോ ആൾക്കാരുടെ അവസ്ഥയും ഇതുപോലെയൊക്കെ ആയിരിക്കും. ഐ തിങ്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇത്രയൊക്കെ മതിയായിരിക്കും എന്ന് തോന്നുന്നു. അയ്യോ, പിന്നെ ഞാൻ അറിഞ്ഞത് മേക്കപ്പ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുമെന്നാണ്. എനിക്കും അങ്ങനെ ആയിരിക്കാം. അങ്ങനെ പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കളർ കറക്റ്ററാണ്. സോ ഇതിലേത് കളർ ഉപയോഗിക്കാമെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ഇത് വന്ന സമയത്ത് ഞാനിങ്ങനെ തുറന്ന് നോക്കിയത് ഇതിങ്ങനെ തൊട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഈ കളറ് ഓറഞ്ച് കളർ നന്നായിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ കണ്ണിൻ്റെ താഴെ, പിന്നെ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഈ സൈഡിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനോട് അമൃതയെ വിളിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതങ്ങ് ഉപയോഗിക്കാം. ഈശ്വര, ഇതെന്താവുക ഇനി? ഇവിടേക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എവിടെയൊക്കെ ഭയങ്കരമായിട്ടൊരു ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നത് അവിടെയൊക്കെ ഉപയോഗിക്കാം. തുടക്കമല്ലേ, കുറച്ച് ഒരുക്കം കൂട്ടിയേക്കാം. ഇങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ അടുത്ത് ഇടുന്നതേ ഉള്ളൂ.
അപ്പോൾ ആ ഒരു കളർ കറക്റ്റർ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓറഞ്ച് മയൊക്കെ പോയി തോന്നുന്നു. ഓക്കെ, അത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫൗണ്ടേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ഫൗണ്ടേഷൻ ഉപയോഗിക്കുകയാണ് ഷാലറ്റ് ടിൽബറിൻ്റെ ഷെയ്ഡ് നാച്ചുറലാണ് 5.5. എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് വരുമെന്ന്. വാവ്, നൈസ്. മതിയാകുമെന്നാണ് തോന്നുന്നത്. ഫൗണ്ടേഷൻ ഇടാം. കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ട്. എടുത്തത് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്നു. കുറച്ച് ബാലൻസ് ഉണ്ട്. നമുക്ക് അതിനെ കൂടെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എങ്ങനെയും ചെയ്തില്ലേ പറ്റുള്ളൂ. ഇവിടേക്ക് ഇടാമെന്ന് അറിയത്തില്ല. ഞാൻ എല്ലാം ഫുൾ ആൻഡ് ഫുള്ളി ഉപയോഗിക്കുന്നുണ്ട്. പുള്ളി ഏകദേശമൊക്കെ തീരാറായി. ഇവിടേക്ക് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഇടാം. അടുത്ത് ഈ ബ്ലെൻഡർ വെച്ച് ഞാൻ നല്ല തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. ഇത് എന്താ അവസ്ഥയിലാവുമെന്ന് അറിയത്തില്ല. ബട്ട് ഫൈൻ ലുക്ക് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഈശ്വര, നിങ്ങളാരും പേടിക്കണ്ട. ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ തുടക്കം കണ്ട് പേടിക്കരുത്. കാരണം എൻഡിങ് എങ്ങനെ പോയാലും ഒരു നന്നാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഏകദേശമൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്തു. അയ്യോ, ഒരാവേശത്തിൽ ഇവിടേക്ക് ഇടുമ്പം നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇരിക്കുന്ന അത് കറക്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അയ്യോ, ഐ തിങ്ക് ഞാൻ ഏകദേശമൊക്കെ താഴ്ന്നു പോയി. കുഴപ്പമില്ലല്ലേ? കുറച്ച് ഷെയ്ഡ് കുറച്ച് ഡാർക്കായി പോയോ ഇതൊരു സംശയം. നേരത്തെ ഇട്ട ടൈമേ കണ്ണിൻ്റെ ഇവിടെ കുറച്ച് കൂടുതലായിരുന്നു. കണ്ണിൻ്റെ ഇവിടെ ഇത് ഉപയോഗിക്കാം. അയ്യോ, ഞാൻ എന്താ ഞാൻ ഇത്രയും നേരം ഫ്രണ്ട് ഈ സെൽഫി ക്യാമറേൻ്റെ ഇതിലാണ് ഞാൻ ഇത് സംഭവം ചെയ്തുകൊണ്ടിരുന്നത് തന്നെ, ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇതിലാണ്. ഞാൻ മിറർ കൂടി എടുത്തില്ല. ഞാനിന്ന് ജസ്റ്റ് ഇത് കണ്ണാടിയൊക്കെ ഇട്ട് ചെയ്ത് എന്താ അവസ്ഥ എന്ന്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മിസ്റ്റേക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് ഷെയ്ഡിൽ ചെറിയൊരു എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ട് പറയണം. നല്ല ഷെയ്ഡാകുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇവിടെയും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ഡൺ. അടുത്ത് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അതും ഷാലറ്റ് ടിൽബറിൻ്റെ ആണ്. കൺസീലർ ഷെയ്ഡ് ഫെയർ ആണ് 3.5. സോ കൺസീലർ ഉപയോഗിക്കാം. അയ്യോ, കൺസീലറും ഏകദേശം ഫൗണ്ടേഷൻ്റെ ഒരേ ഒരു കാണാൻ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അയ്യോ, ഞാൻ ജസ്റ്റ് ഒരു മിറർ നോക്കി ചെയ്യാനായിരിക്കും പറ്റിയത് കുറച്ചുകൂടെ ബെറ്റർ. സോ കൺസീലറും ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ളത് ബ്ലഷാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് ബ്ലഷ് ഉണ്ട്. പക്ഷേ റെയർ ബ്യൂട്ടിയുടെ ഈ ഹാപ്പി ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോ മേക്കപ്പ് ലുക്കിൽ ഞാൻ എപ്പോഴും ചെയ്യണ സാധനമാണ്. പക്ഷേ ഈ മേക്കപ്പ് ലുക്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു ലോഡ് ഇടുമെന്ന് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഷോർട്സിൽ. അത് നമ്മൾ ഇഷ്ടമുള്ള സാധനം നമുക്ക് അത് ഒരു ലോഡാണെന്ന് അറിയാമെങ്കിൽ നമ്മൾ ഇടുമെന്ന് പറയത്തില്ലേ, അത് സന്തോഷമാണ് അതിടുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചിടാം. അതായിരിക്കും എന്നോട് നല്ലത്.
ഇത് വെച്ചല്ല ചെയ്യുന്നത്. മാറി 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 കൈ വെച്ച് ചെയ്യാം. കാരണം എനിക്കത് ഞാൻ ഓക്കെ അല്ല. ഞാൻ ബ്രഷിലേക്ക് വരും, സത്യമായിട്ടും വരും. ഇത് വെച്ച് ചെയ്യണം. കൈ വെച്ച് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, സംതൃപ്തി, അത് ആ ബ്രഷ് ചെയ്താൽ കിട്ടത്തില്ല. സോ ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യാം. എൻ്റെ ഒരു കുട്ടി മിററുണ്ട്, അതിലൊന്ന് നോക്കട്ടെ. ഈ ഫോണിൽ ഇത് ക്ലിയർ അല്ല. അയ്യോ, എനിക്ക് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഒരുപാട് കൂടിപ്പോകാറുണ്ട്. എനിക്കൊന്നും അത് കണ്ടിട്ടായിരിക്കും അവിടെ, അതായിരിക്കും നിങ്ങൾ പറയുന്നത്. അറിയുന്നില്ലല്ലേ ഇത് ഉപയോഗിച്ചിട്ട്. അടുത്തായിട്ട് പൗഡറാണ് ഉപയോഗിക്കേണ്ടത്. ഇതും ഷാർലറ്റ് ടിൽബറിൻ്റെ ആണ്. ഷെയ്ഡ് ഫെയർ. ഇതിൻ്റെ സെയിം ടു സെയിം ആണ്. കൺസീലറിൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൗഡർ അപ്ലൈ ചെയ്യാനായിട്ടുള്ള സംഭവം ഇല്ല. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ പൗഡർ. ഞാൻ എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ ബ്ലഷ് ഇട്ടേക്കുന്നുള്ളതുകൊണ്ട് എനിക്കൊന്ന് കണ്ടിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ മതിയാകും. എനിക്കെന്നെ ചിരി വരുന്നുണ്ട് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആണ് ചെയ്യുന്നത്. ഓക്കെ, മതി, കുറച്ചൊക്കെ മതി. പൗഡറെല്ലാം കുറച്ച് മതി. സത്യമായിട്ട് എനിക്ക് പൗഡറിൻ്റെ താല്പര്യമില്ല. ബട്ട് ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നത്. അയ്യോ, ഇവിടെ ഇട്ടിരുന്ന് ഇതൊക്കെ പോയി എന്ന് തോന്നുന്നു. ഇതിട്ടിട്ടും അറിയാൻ വയ്യ. ഓക്കെ, മതി, ഇത്ര മതി. അടുത്തത് ഐബ്രോസ് ആണ്. അപ്പോൾ ഐബ്രോനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഷാർപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കത് വരയ്ക്കാനായിട്ട് അറിയില്ല. എനിക്കറിയില്ല അത്. എനിക്കറിയാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ഒരു വീഡിയോ ഞാനത് സെപ്പറേറ്റ് ചെയ്യും. ഞാനത് പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് അറിയാൻ വയ്യ. അപ്പോൾ അടുത്തത് ഐഷാഡാണ്, ഷാർലറ്റ് ടിൽബറിൻ്റെ. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് എല്ലാം അല്ല, ഇത് രണ്ടും ഫസ്റ്റ് ഇരിക്കുന്ന ഇത് രണ്ടും ഗ്ലിറ്റർ ആയിട്ടുള്ളതാണ്. ഇത് രണ്ടും ഭയങ്കര മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളത്. അപ്പം മാറ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇതിലേത് ഉപയോഗിക്കാം. ഈ ഒരു മുകളിലത്തെ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ഉപയോഗിക്കാം. ഇതിൻ്റെ ബ്രഷ് ചെയ്തെന്നറിയില്ല. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ആദ്യമേ പഠിച്ചിട്ട് വരണ്ടായിരുന്നു. സോ ഞാനൊരു ടാസ്ക് പോലെ എനിക്കായിട്ടൊരു ടാസ്ക് ഞാൻ കൊടുത്താണ്. ലൈവായിട്ട് ഇതിൽ എന്താ ഉള്ളത് കണ്ടുപിടിക്കാൻ. സോ എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാൻ തോന്നുന്നു കണ്ടിട്ട്. ഇത് അതുപോലെയൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ ഇടാൻ തോന്നുന്നു. ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സോറി, ഇത് അതിൻ്റെ ബ്രഷ് അല്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ ഒന്നും പറയുന്നത്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അയ്യോ, അത് ഫുൾ താഴെ വീഴുന്നുണ്ട്. നല്ല രസമില്ല, അത്രയ്ക്ക് നല്ല രസമില്ല. ഇനി തിരട്ടെ. വിരൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ഉപയോഗിക്കുമ്പോൾ എന്ത് രസമാണ്. അതുമാത്രമല്ല, ബ്രഷ് ഞാൻ പഠിച്ചിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഈ കളർ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇനി ഐലൈനറാണ്. ഐലൈനറിന് മുന്നേ എനിക്ക് കാജൽ വരയ്ക്കണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കാജലും ഐലൈനറും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ്, ഈ ഒരു പൗച്ചിനുള്ളിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ നോ മേക്കപ്പ് ലുക്കിൻ്റെ ആണ്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ എല്ലായിടത്തും എടുക്കുന്നത് ഫാസ്റ്റായിട്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് കാജൽ ഉപയോഗിക്കാം. താഴത്തെ വാട്ടർ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പോവാം. അപ്പോൾ രണ്ട് കണ്ണും ഞാൻ ഏകദേശമൊക്കെ വരച്ചു. ഈ വാട്ടർ ലൈൻ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് കയറി തട്ടും. അപ്പോൾ അത് നോക്കി വരയ്ക്കണം. ഇപ്പോൾ ഐസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, മറന്നുപോയി. അടുത്ത മസ്കാര, അത് ഷാർലറ്റ് ടിൽബറിൻ്റെ ആണ്. മസ്കാര നമുക്ക് ഉപയോഗിക്കാം.
മസ്കാര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഏതോ 1-2 നോ മേക്കപ്പ് ലുക്കിൽ മസ്കാര ഉപയോഗിച്ചിട്ടുണ്ട്. മസ്കാര ഇട്ട് ഐസ് നല്ല കുറച്ചുകൂടെ സൂപ്പറാക്കി ഇഷ്ടമുണ്ട്. അടുത്തത് ലിപ്പ് ലൈനറാണ്. എൻ്റെ ലിപ്പ് ലൈനർ ഇത്രയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വേറെ ലിപ്പ് ലൈനർ ഉണ്ട്, പുതിയതുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഇതിൽ കുറച്ചുകൂടെ ഉള്ളതുകൊണ്ട് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പോകാം എന്നൊരു മനസ്സ്. സോ അതുകൊണ്ട് ആണിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ലിപ്പ് ലൈനർ ഉപയോഗിക്കാം. ലിപ്പ് ലൈനർ വരച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാർലറ്റ് ടിൽബറിൻ്റെ പില്ലോ ടോക്ക് ലിപ്സ്റ്റിക്കാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇട്ടെന്നുകൂടി അറിയത്തില്ല, അത്രയും കളർ. ഇപ്പോൾ ലിപ്പ് ലൈനർ ഇട്ടേക്കുന്നതുകൊണ്ട് ഇനി ഇട്ട് കഴിഞ്ഞാൽ അറിയും, അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല ലിപ്സ്റ്റിക്ക് ഇട്ട്. കാരണം സെയിം ഈ ചുണ്ടിൻ്റെ സെയിം കളറായിരിക്കും ഇത്. സത്യം പറഞ്ഞാൽ നോ മേക്കപ്പ് ലുക്കിൽ എനി ടൈം യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഷാർലറ്റ് ടിൽബറിൻ്റെ പില്ലോ ടോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേര് കഴിഞ്ഞ ഗെറ്റുഡിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. സോ ഭയങ്കര സന്തോഷം. ഉപയോഗിക്കും. ലിപ്സ്റ്റിക്കും ഇട്ടുകൊടുത്തു. എനിക്ക് ഒന്ന് സാരി ലുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് കളർ അല്ലാതെ കുറച്ചുകൂടി ഒരു റെഡിഷ് കൊടുക്കാം. എൻ്റെ നെക്സ്റ്റ് ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ റെഡ്, മെറൂൺ അങ്ങനെയൊക്കെയുള്ള ഷെയ്ഡ്സിൽ ഈ ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ ആ ഒരു കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷാർലറ്റ് ടിൽബറിൻ്റെ ഈ ഒരു റെഡ് കളർ. ഇത് ഏകദേശമൊക്കെ തീരാറായി. ഒരു റെഡ് തന്നെയാണ്. ഇത് ഇട്ട് വരുമ്പോൾ നേരിൽ റെഡാണ്. ഇതിൽ കൂടെ ക്യാമറയിൽ കൂടെ കാണുന്ന സമയത്ത് വേറൊരു കളറായിരിക്കും തോന്നുന്നത്. സോ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. എനിക്ക് ഈ കളർ ഇഷ്ടമാണ്, ഈ ഒരു ടച്ച് വരുന്നത്. സാധാരണ ഞാൻ 1-2 കളേഴ്സ് 3 കളറൊക്കെ മിക്സ് ചെയ്തിടും. പക്ഷെ ഇന്ന് എന്തോ പില്ലോ ടോക്ക് പ്ലസ് ഈ ഒരു ചെറി റെഡ് ഭയങ്കര രസമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഷെയ്ഡാണ് ഇഷ്ടപ്പെടുമെന്ന് പറയണം. ഫസ്റ്റത്തെ ആണോ അത് സെക്കൻഡ് കോട്ട് ഞാനിങ്ങനെ ആക്കിയതാണോ ഏതാണെന്ന് പറയണം. കാരണം ചില ആൾക്കാർക്ക് ലൈറ്റ് കളേഴ്സ് ആയിരിക്കും ഭയങ്കര ഇഷ്ടം. എനിക്ക് ലൈറ്റ് കളറാണ്, ഞാനും ലൈറ്റ് പ്രിഫർ ചെയ്യത്തുള്ളൂ. പക്ഷേ എന്തോ സാരി ലുക്കിൽ ഇങ്ങനെ കുറച്ച് റെഡ് വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ടോട്ടൽ അങ്ങ് മാറും. ഇത് കൊള്ളാം, രസമുണ്ട്. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഇതും ഷാർലറ്റ് ടിൽബറിൻ്റെ ആണ്. അപ്പോൾ സെറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ എൻ്റെ ഈ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഇതിൻ്റെ കുറവും ബാക്കി ഏതൊക്കെയാണ് പ്ലസ് ആൻഡ് മൈനസ് അതൊക്കെ നിങ്ങൾ പറയണം എന്താണെന്നുള്ളത്. കാരണം ഞാൻ എനിക്കായിട്ട് ഫസ്റ്റ് ടൈം ചെയ്ത മേക്കപ്പാണ്. അപ്പോൾ എത്രത്തോളം ശരിയായെന്ന് എനിക്കറിയത്തില്ല. ഷെയ്ഡൊക്കെ കറക്റ്റ് ആണോ എന്നുകൂടി എനിക്കറിയത്തില്ല. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിലവർ ട്രൈ ചെയ്യാൻ കാണിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എനിക്കൊരു ഇതിലൊരു സംഭവം ചെയ്തിട്ട് ഇല്ലയെന്ന് തോന്നുന്നത് ഈ ഐബ്രോസ് ചെയ്തിട്ടില്ല. അത് എന്താണെന്ന സത്യത്തിൽ എനിക്ക് എൻ്റെ പരിപാടി അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. എനിക്ക് ഇഷ്ടമായി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടമായിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് ചെയ്തുകൊണ്ടും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യണം. ഞാനിങ്ങനെ അമൃതേൻ്റെ കൂടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് വെച്ച് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈം ചെയ്ത ഒരു സന്തോഷമുണ്ട്. കാരണം എത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ല. നോ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു മേക്കപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പൊട്ട് അടുത്തത് ഹെയർ ആണ്. അപ്പോൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഹെയറിന് എന്ത് ലുക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു ഞാൻ എപ്പോഴും കെട്ടുന്ന കണക്ക് ആ ഒരു ഇതങ്ങ് കൊടുത്തേക്കാം. കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സോ അതുകൊണ്ട് അത് വിട്ടൊരു വേറെ പ്ലാൻ ഇങ്ങനെ മനസ്സിലില്ല. അപ്പോൾ അതൊന്ന് കൊടുത്താൽ നന്നായിരിക്കുമോ എന്നൊരു തോന്നൽ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ
സാരിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉടുക്കുന്ന ടൈമും ഞാനിങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണെന്നുണ്ടെങ്കിൽ മാറ്റണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒരു ബാൻഡ് വെച്ചിട്ട് കെട്ടാം. ഇപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെറിയ ചേഞ്ച് വരുത്തിയുണ്ട്. കുറേ വിങ്സ് ഉണ്ട്, എല്ലാം അങ്ങനെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. സോ ഇളകി വരരുത് ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അയ്യോ, കാരണം ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒരു ഭംഗി കിടക്കാനായിട്ട് വിങ്സ് കിട്ടിയതാണ്. കുഴപ്പമില്ല. പിന്നെ കുറച്ച് ബേബി ഹെയർസ് ഉണ്ട്, ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഹെയർ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഇത്ര ചെയ്യാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് മതി. ഇനി എൻ്റെ ജ്വൽസ് അത് ഉപയോഗിക്കാം. ജ്വൽസിൽ ഫസ്റ്റായിട്ട് ലൈക്ക് ഒരു നെക്ലസ് പോലത്തെ ചെറിയൊരു മാലയാണ് ഞാൻ ഇടുന്നത്. ഇങ്ങനെ ലാസ്റ്റ് എന്ത് ലുക്ക് വരുന്നത് എന്നോട് ചോദിക്കരുത്. അയ്യോ, ടാസ്ക് ഓക്കെ. ഇത് ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? കഴിഞ്ഞ ഇയറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ചില നേരങ്ങളിൽ ഇങ്ങനെയൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. സോ ഈ വളയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫൈനലി എൻ്റെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കിഷ്ടമായി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, സത്യമായിട്ടും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം ഓൾ ഓവർ മാറ്റിയത് എൻ്റെ ലിപ്സ്റ്റിക്കാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കിഷ്ടമായോ? അപ്പോൾ എനിക്കിഷ്ടമായി, ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണോ എന്താണെങ്കിലും നിങ്ങൾ പറയണം. പിന്നെ ഇനി അടുത്തത് ലൈക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യും കേട്ടോ. കമൻറ്റിൽ ഞാൻ കൂടുതലായിട്ടും എന്താണ് Q&A ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എന്ന് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ചെയ്താൽ നന്നായിരിക്കും, ഇത് ചെയ്താൽ നന്നായിരിക്കും, ലൈക്ക് നിങ്ങളുടെ ഓരോ ഇങ്ങനെ പറയുമല്ലോ, നിങ്ങൾ പറയുമല്ലോ. അപ്പോൾ എനിക്കത് ആലോചിച്ചിട്ട് ഏത് ചെയ്യാം എന്നുള്ള ഡിസൈഡ് ചെയ്യാം. ഒരുപാട് നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോണ സമയത്ത് എനിക്കിങ്ങനെ ഒരുപാട് സംസാരിച്ച് പോണ സമയത്ത് അല്ലെങ്കിൽ പറ്റുന്നൊരു പ്രശ്നമാണ്, ഇത്രയും ചെയ്തിട്ട് ഒരേ ഒരു കാര്യം ഞാൻ മിസ് ചെയ്തു. ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴാണ് ഞാനത് അറിഞ്ഞത്. ഞാൻ ഐലൈനർ വരച്ചിട്ടില്ല. സോ അതുകൂടെ ഒന്ന് വരയ്ക്കണമെന്നുണ്ട്. നേരത്തെ ഞാൻ കുറേ വീരവാദമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനത് മറന്നുപോയി. ലൈക്ക് അതുകൂടെ കംപ്ലീറ്റ് ചെയ്തേക്കാം. ഒരു ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ അത്രയെങ്കിലും മാക്സിമം ചെയ്യണമല്ലോ. ഞാൻ ഇപ്പോഴാണ് അത് കണ്ടത്. ബൈ പറയാൻ ക്ലോസ് വന്നപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതുകൂടെ ഒന്ന് എന്തായാലും കംപ്ലീറ്റ് ചെയ്തേക്കാം. സോ കണ്ണെല്ലാം വരച്ചു. എനിക്കിഷ്ടമായി. ലൈക്ക് അവസാനം ഒരു രസം തോന്നുന്നുണ്ട്, കുറച്ച് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ മാക്സിമം ഒക്കെ ഇങ്ങനത്തെ മേക്കപ്പൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ കൂടുതലും ലൈക്ക് കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നോ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതാണെന്ന് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും വേണം ഇഷ്ടപ്പെടാൻ. എൻ്റെ കൂടെ കുഴപ്പമില്ല. ഫസ്റ്റ് ചെയ്താണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് തെറ്റൊക്കെ കാണുമായിരിക്കും, എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇഷ്ടം ആയെങ്കിലും ആയില്ലെങ്കിലും എന്താണെങ്കിലും പറയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, നിങ്ങൾ ചിരിക്കും. സ്റ്റാർട്ടിങ് എൻ്റെ മേക്കപ്പിൻ്റെ സ്റ്റാർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോസിൻ്റെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ചിരിച്ചു പോകുക. അത്രയ്ക്ക് ഞാൻ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമ്മുടെ ആ ഒരു ഫൈനൽ ടച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മൾ തുടക്കത്തിൽ അങ്ങും ഇങ്ങൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ. സോ ഞാൻ സ്വന്തമായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഭയങ്കര രീതിയിൽ കൊളാവുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ
കൊള്ളാം. ഫസ്റ്റായിട്ട് ചെയ്താണെങ്കിലും നല്ല രസം ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ, അപ്പോൾ ഓക്കെ, ബൈ, ലവ് യു.